ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് പെറ്റ്സിനെ വളർത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. മൃഗങ്ങളായാലും പക്ഷികളായാലും വിവിധ തരത്തിലുള്ള പെറ്റ്സിനെ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പഴയങ്ങാടി ഇഷാമിന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പാമ്പുകളെയാണ് വളർത്തുന്നത്. പാമ്പുകളോടാണ് ഇഷ്ടവും അതിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്രത്തോളം എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ നമ്മുടെ ഇഷാം പഴയങ്ങാടിക്കാരൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സോട്ടിക് സ്നേക്സ് ഉണ്ടല്ലോ, അതായത് വിഷമില്ലാത്ത പുറം രാജ്യത്തു നിന്നും മറ്റു നാട്ടുകളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് നിയമം മൂലം നമുക്ക് വളർത്താൻ പറ്റിയ പാമ്പുകളാണ് നമുക്ക് കൂടെ കാണുന്നത്. അപ്പോൾ ഇതിന് നല്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാമ്പുകൾ വരെ ഇവിടെ കളക്ഷനിലുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. എന്ത് തന്നെയായാലും ഇഷാമിനോട് മറ്റ് കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളുണ്ടല്ലോ ഒരു ബോൾ പൈത്തൺ എടുത്തിരിക്കുകയാണ്. ഇതുണ്ടല്ലോ അറ്റാക്ക് ചെയ്യലോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള വളർത്തു പാമ്പുകളാണ് ഇത്. വിഷമൊന്നും ഇല്ലാത്ത പാമ്പുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ ഈ പാമ്പ് വളർത്തുന്നതിലേക്ക് എത്തിയത്? ഞാൻ ചെറുതിലെ ഓരോ പെറ്റ്സും കാര്യങ്ങളിലും കയ്യിലുണ്ട്. പിന്നെ ആ ലോക്ക്ഡൌണിന്റെ ടൈമാണ് എക്സോട്ടിക് പെറ്റ്സിലേക്ക് മെയിനായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഓവറോൾ ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ഡീലേഴ്സിന്റെ ഒക്കെ കോൺടാക്ട് കിട്ടി. പിന്നെ ബോൾ പൈത്തണ്, പിന്നെ ഓരോന്നിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഈ ബോൾ പൈത്തണ്, പിന്നെ ടെറാൻഡുല, അങ്ങനെ കുറേ സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് എന്നിട്ട് ഒരാളെ സ്റ്റാറ്റസ് കണ്ട് ഒരു ബോൾ പൈത്തൺ കൊടുക്കാണ്ട് വില കേട്ടപ്പോൾ അത്യാവശ്യം നല്ല വിലയാണ്. അതുകൊണ്ട് ഞാനത് അന്നേരം തന്നെ എടുത്തു. അത് കഴിഞ്ഞ കൊല്ലം നവംബറിന് എടുക്കുന്നത്, നവംബർ ലാസ്റ്റ്. പിന്നെ അതിനാ സെയിൽ ചെയ്ത്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ അതില്ലോണ്ട് കുറേ എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ ഓരോ ഇതൊക്കെ വരുമ്പോൾ ഞാൻ അത്യാവശ്യം എടുത്ത് കൊണ്ടുവരും ഇങ്ങോട്ടേക്ക്. പക്ഷെ ഞാനുണ്ടല്ലോ ഇവിടെ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് ഈ പാമ്പുകളൊക്കെ എങ്ങനെ എടുക്കാന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ, ഒരു കുഴപ്പമില്ല കേട്ടാ. അല്ലെങ്കിൽ ഈ എക്സോട്ടിക് സ്നേക്ക് വളർത്തുന്നത് വീട്ടിലൊക്കെ വളർത്തുന്ന പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാ തരണം ചെയ്ത്, അല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? എതിർപ്പുകൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇപ്പൊ എതിർപ്പുകളെല്ലാം ഉണ്ട്. അത് ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ ആയിക്കൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. പുറത്തെ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതിൽ ഇപ്പോ ബ്രീഡ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ, നമ്മളിവിടെ ഇതുവരെ ഇത് ബ്രീഡ് ചെയ്ത് വരെ തുടങ്ങിയിട്ടില്ല മര്യാദക്ക്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ എക്സോട്ടിക് പെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സും ഇതൊക്കെ കൂടി തന്നെയാണ്. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും അറിയാത്ത, അത് ഒരു നോളജ് അത്രത്തോളം എത്താത്ത ആൾക്കാരാണ് ഇത് എതിർക്കുന്നത്. ഇന്നലെ ഇപ്പൊ എന്റെ ഒരു റീല് ക്ലിക്ക് ആയപ്പോൾ അതിൽ ഒരു ചങ്ങായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോയി കമന്റ് ചെയ്ത്. എന്തിനാ കമന്റ് ചെയ്തെന്ന് നമുക്കറിയില്ല. ഇതിൽ ലീഗലായിട്ട് നമുക്ക് ഇവിടെ വളർത്താൻ പറ്റുന്ന ഒരു പെറ്റും കൂടി. ഇതിൽ ലൈസൻസും ലീഗലായി വളർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയല്ലേ ഇത്? ലൈസൻസ് അല്ല, പരിവേഷ് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഗവൺമെന്റ് ആദ്യം ശരിക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്, പോർട്ടലാണത്. അതിന്റെ അകത്ത് ഒരു രജിസ്റ്റർ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ കണ്ട് നമ്മൾ പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഓർ. അല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടല്ലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിനോ മറ്റുള്ള ചെലവുകളൊക്കെ നമ്മുടെ ഈ പെറ്റ്സ് വേൾഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിയാണോ? അതിപ്പം ഇപ്പൊ ട്രേഡിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ മോശം, നല്ലൊരു വരുമാന മാർഗം കൂടിയാണല്ലോ ഇത്. അപ്പൊ അതിന്റെ എക്സ്പെൻസ് ഇതൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയും പോവാം. ഇപ്പൊ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലെല്ലാം നല്ലൊരു വരുമാന മാർഗം നോക്കണമെങ്കിൽ ഈ എക്സോട്ടിക് പെറ്റ് ഫീൽഡ് ഒക്കെ നല്ലൊരു പരിപാടിയാണ്. പിന്നെ അത് മാത്രല്ല, ഇത് ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടില്? നമ്മുടെ നാട്ടില് കോൺസ്നേക്ക് ഒക്കെ ബ്രീഡായി. ഈ ബോൾ പൈത്തണൊക്കെ ആകുന്നേ ഉള്ളൂ. ഒരു 1-2 കൊല്ലത്തിൽ കയ്യിലുള്ളത് ബോൾ പൈത്തൺ ആണുള്ളത്. ഇത് ബോൾ പൈത്തൺ. ഇവിടെ കൂടുതലുള്ളതും ബോൾ പൈത്തണും മറ്റുമാണ് അല്ലെ? ഇവിടെ അധികം ഉള്ളത് ബോൾ പൈത്തണാണ്. ഇതിന് ഫുഡായിട്ടൊക്കെ എന്താ കൊടുക്കുന്നത്? മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് കേട്ടല്ലോ. ഇവരെ ഇപ്പം എന്റെ എക്സ്പീരിയൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള പെറ്റ്സ് ഇത് തന്നെയാണ്, ബോൾ പൈത്തൺസ്, സ്നേക്സ് തന്നെയാണ്. ഫുഡായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്യാപ്റ്റീവിൽ ബ്രീഡ് ചെയ്യുന്ന മൈസും കാര്യങ്ങളെല്ലാം ഇല്ലേ, ഈ മൈസൊക്കെ ശരിക്കും നമ്മളിവിടെ ഇപ്പം പെറ്റായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ശരിക്കും ഫോറിൻ കൺട്രിയിലൊക്കെ അതിനെ വളർത്തുന്നതേ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഫുഡായിട്ട് കൊടുക്കാനാണ്. അപ്പൊ ഇപ്പം എനിക്കിവിടെ തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നെല്ലാം തരാൻ ബ്രീഡേഴ്സ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. അവർ ബ്രീഡ് ചെയ്തിട്ട് ഇറങ്ങുമ്പോ ഇങ്ങോട്ടേക്ക് അയച്ചു തരും. ഞാൻ അന്നേരം അത്രേ വേണ്ടി ഇവർക്ക് അത് ഡൈജസ്റ്റ് ആയി പോയി, പൂപ്പൊക്കെ പോയി, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് എടുക്കുള്ളൂ. മാസത്തിൽ ഒരു 4-5 മൈസൊക്കെ ഹെൽത്തി ആയിട്ട് വളർത്താൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാല് അല്ലേ? അതെ അതെ, അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പൊ വേറെ എന്തെങ്കിലും പെറ്റാണെങ്കിൽ പൂച്ചയോ നായാണെങ്കിൽ നമുക്ക് ഒരു 3 ദിവസം 2 ദിവസം മാറിക്കാൻ പറ്റില്ല. ഒരു 10-12 ദിവസം നമ്മൾ മാറിയെന്നാലും ഒരു കുഴപ്പമില്ല. ഇത് അറ്റാക്ക് ചെയ്യോ? അറ്റാക്ക് എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഇപ്പം 1 വർഷത്തോളമായിട്ട് ഞാൻ വളർത്തിയതിൽ ആകെ ടെമ്പർമെന്റ് കാണിച്ചത് ഇവര് ഫുഡ് കണ്ടാൽ മാത്രമാണ്. ഫുഡ് കണ്ടിട്ട് ഫുഡിന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയം മാറി നമ്മളെ കൈക്കൊക്കെ കൊണ്ടാലേ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം വളരെ റയറാണ്. കളിക്കുമ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. കുട്ടികളൊക്കെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ എക്സോട്ടിക് സ്നേക്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. കൂടാതെ ഇത്തരം സ്നേക്സിനെ ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. നമ്മുടെ സുഹൃത്താണ്, കോണ്ടാക്ട് ചെയ്താൽ മതി, എല്ലാ ഹെൽപ്പും ചെയ്തു തരും. താല്പര്യമുള്ളവർ മാത്രം. ഇത് കണ്ടിട്ട് കുട്ടികളൊന്നും പാമ്പുകളെ പിടിക്കാനോ മറ്റൊന്നും ശ്രമിക്കരുത്. അപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ കാണുന്നത് കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ ബൈ, സി യു.